ഐഷു, നീ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ ദേവു ഹേമ ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ എൻ്റെ മക്കൾ അവർക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തിനൊരു ശല്യാവുണ്ട്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. എന്നാൽ എനിക്ക് എൻ്റെ മക്കളെ വിട്ടുകൊടുക്കാൻ വയ്യ. നിനക്കറിയാലോ, ഞാൻ നീ ജീവിച്ചിരിക്കുന്നതന്നെ അവർക്ക് വേണ്ടിയാ. ശരി, നീ എന്നാ വെച്ച നാളെ ക്ലാസ്സുള്ളതല്ലേ? ശരിടാ. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ബാൽക്കണിയിൽ പോയി ആകാശത്തേക്ക് കണ്ടു നട്ടിരുന്നവൾ പതിയെ അവൾ ഓർമ്മകളിലേക്ക് പോയി. താനും ഫാവും ചെറുപ്പം തൊട്ടേയുള്ള കൂട്ടുകാരാണ്. അതിൻ്റെ ഇടയിലാണ് +2 പഠിക്കുമ്പോൾ ഐഷ ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. അന്നു മുതൽ ഞങ്ങൾ മൂന്നും കട്ട ഫ്രണ്ട്സാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഫാഹു വണ്ടർലയും വലിച്ച്. എന്നിട്ടോ എല്ലാം സെറ്റ് ചെയ്യാൻ ഞാനും. അങ്ങനെ ഐഷുവിന് അവരോട് തിരിച്ചങ്ങനെ ഇഷ്ടമുണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. അങ്ങനെ +2 പിള്ളേരിൽ നിന്ന് കോളേജിലേക്ക്. അവിടെയും ഞങ്ങൾ മൂവരും ഒന്നിച്ചായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്മേറ്റായിരുന്നു ദേവ. അഭിറാം ദേവ് എന്നവൻ എനിക്ക് ദേവയും ബാക്കി എല്ലാവർക്കും അഭിയും അല്ലെങ്കിൽ ദേവ് എന്നായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. ദേവിനെ കല്യാണം കഴിക്കുമ്പോൾ രണ്ടുപേരും ഒരുപാട് പറഞ്ഞാണ് വേണ്ടായിരുന്നു. പക്ഷെ തൻ്റെ അന്നത്തെ സാഹചര്യം ഓർക്കുമ്പോൾ അതല്ലാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. അതിനിടയിൽ ഐശുവിൻ്റെയും ഫാഹുവിൻ്റെയും കല്യാണം കഴിഞ്ഞു. രണ്ടുപേരും MBA ഒക്കെ എടുത്ത് നല്ലൊരു ജോലിയായി. ആദ്യം കൊച്ചിയിലായിരുന്നു അവർക്ക് ജോലി. താൻ അന്നേരം പഠിച്ച് തൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡായി ടീച്ചിങ് തിരഞ്ഞെടുത്ത് ടീച്ചറായി കഴിഞ്ഞിരുന്നു. ദേവയുടെ ജീവിതത്തിൽ നിന്ന് തിരികെ പോരുമ്പോൾ മരിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷെ വയറ്റിലുള്ളതിനെ നശിപ്പിക്കാൻ വയ്യായിരുന്നു. താനല്ലെങ്കിലും അവർ വയറ്റിൽ കിളർത്തു എന്ന് അറിഞ്ഞു മുതൽ ഒരമ്മയായി മാറിക്കഴിഞ്ഞിരുന്നു. അന്നു മുതൽ തൻ്റെ കൂടെ എല്ലാത്തിനും തൻ്റെ സഹോദരനും സഹോദരിയും പോലെയും കൂടെ ഉണ്ടായിരുന്നു അവരായിരുന്നു. തനിക്ക് ഇവിടെ കൊച്ചിയിൽ ജോലി വാങ്ങിത്തന്നു, ഫ്ലാറ്റ് എടുത്തു തന്നു, സൂര്യചേട്ടനെയും രശ്മി ചേച്ചി എല്ലാ സഹായത്തിനും സജ്ജരാക്കിയതും അവർ തന്നെ ആയിരുന്നു. അതിനിടയിൽ അവൻ ചെറിയ സ്റ്റാർട്ടപ്പ് ബന്ധപ്പെട്ട് കൊല്ലത്തേക്ക് മാറി. പക്ഷെ താൻ ഗർഭിണിയായതുകൊണ്ട് ഐശു കൂടെ തന്നെ നിന്നു. മക്കൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഐശു അവൻ്റെ അടുത്തേക്ക് തന്നെ പോയത്. അതും താൻ നിർബന്ധിച്ചുകൊണ്ടാണ് അവൾ പോയത്. എന്തോ തനിക്ക് വേണ്ടി അവരുടെ ജീവിതം ഒന്നുമല്ലാതെ പോകുന്നത് തനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൾ തിരിച്ചയച്ചത്. മക്കൾക്ക് അവരെന്ന് വെച്ചാൽ ജീവനാണ്. തിരിച്ച് അവർക്ക് അങ്ങനെ തന്നെയാണ്. തന്നെ കണ്ട ആദ്യം മുതലേ പിള്ളേർ രണ്ടും അവനെ ഫാഹു എന്ന് തന്നെയാണ് വിളിക്കാറ്. ഐശുവിന് ഐശുമാന്നും. ഒരു മാവൂര് ലച്ചു ടിക്കറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു. ആകെ തിക്കും ബഹളുമായി സീറ്റ് പോലും കിട്ടാതെ കഷ്ടപ്പെട്ടൊരു കമ്പിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ് ലച്ചു. സ്കൂൾ നേരമായതുകൊണ്ട് ടീച്ചേഴ്സും പിള്ളേരും ആകെ നിറഞ്ഞിട്ടുണ്ട് ബസ്. അതിൻ്റെ ഇടയിലാണ് ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടത്. മുമ്പിലാകെ വാഹനങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. തിക്കും തിരക്കുമായതുകൊണ്ട് അവൾക്ക് എന്താണ് മുമ്പിൽ സംഭവിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബസ്സിലാരോ പറയുന്നു കേട്ടു, പോലീസുകാരേതോ കഞ്ചാവ് സംഘത്തെ പിന്നാലെ ഓടിപ്പിടിച്ചാണെന്നൊക്കെ. അവർ സൈഡിലായി പോകുമ്പോൾ ഏന്തി പറിച്ച് സൈഡ് വിൻഡോയുടെ പുറത്തേക്ക് നോക്കി. കുറച്ച് പോലീസും അതിനു മുമ്പിലായി ഒരുത്തന്റെ കോളർ കുത്തിപ്പിടിച്ചുകൊണ്ട് 2 അടിയും കൊടുത്തുകൊണ്ട് പോകുന്ന പോലീസുകാരനെ കണ്ട് ലച്ചു ആകെ ഞെട്ടിപ്പോയി. അവൾ അറിയാതെ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. തൻ്റെ ദേവ. അവൾക്കാകെ പരിഭ്രമമായി. ദേവ ഇത്രയടുത്തെത്തിയ സ്ഥിതിക്ക് മക്കളെ കണ്ടുപിടിച്ച് തന്നിൽ നിന്ന് അകറ്റുമോ എന്ന്. വാഹനമൊക്കെ റോഡിൽ നിന്ന് മാറിയപ്പോൾ ബസ് മെല്ലെ പോവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ലച്ചു ഇതൊന്നും അറിഞ്ഞതേയില്ല. അവൾ കണ്ണു നിറച്ച് നോക്കി കാണുകയായിരുന്നു അവനെ. പഴയ ഉശിര അവൻ്റെ മുഖത്ത് പോലും ഇല്ലെന്ന് അവൾ ഓർത്തു. ആകെ ക്ഷീണിച്ചിട്ടുണ്ട് മുഖമൊക്കെ. അവൾ അവൻ്റെ ഓർമ്മയിലേക്ക് വീണു. മാവൂർ മാവൂർ. സ്റ്റോപ്പ് എത്തിയിട്ട് അറിയാതിരുന്ന ലച്ചുവിനെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് വിളിച്ച് സ്ഥലത്തിയെന്ന് പറഞ്ഞത്. അവൾ ഇപ്പോഴും അവൻ്റെ ഓർമ്മയിൽ തന്നെയാണെന്നുള്ള തെളിവായിരുന്നു അവളുടെ കണ്ണുനീർ. ലച്ചു ബസ് ഇറങ്ങിയതും ആരെയും നോക്കാതെ തനിച്ചൊറ്റ നടത്തമായിരുന്നു സ്കൂളിലേക്ക്. ലച്ചുവിനെ വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാതെയായിരുന്നു അവളുടെ നടത്തം. എന്നും കൂടെ പോകുന്നവരൊക്കെ ഈ ടീച്ചറിന് എന്തു പറ്റിയെന്ന ചിന്തയിലായിരുന്നു. എന്നാൽ ലച്ചുവിൻ്റെ ഉള്ളിൽ ഒരു വിസ്ഫോടനം തന്നെ നടക്കുകയായിരുന്നു. അതുകൊണ്ട് അവൾ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞതേയില്ല. എന്തുപറ്റി സാറ്, എന്താ ഇവിടെ നിൽക്കുന്നത്? അവന് മുറിയിൽ കാണാത്തതുകൊണ്ട് സിയാരൻ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവൻ അവിടെയുള്ള മരത്തിന്റെ ചൂട്ടിൽ എന്തോ ആലോചനയോടെ ഇരിക്കുന്നത് കണ്ട്. ഏയ് ഒന്നുമില്ല, താൻ എഫ്ഐആർ എഴുതിയോ? എത്രയും പെടുന്ന അവർ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാനുള്ളതാ. അറിയാം സർ, ഞാൻ ഈ സൈൻ വാങ്ങാൻ വന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിന്റെ സൈൻ വാങ്ങിക്കൊണ്ട് അരുൺ അകത്തേക്ക് പോയി. എന്നാൽ ദേവിന്റെ ആലോചനയിൽ അവന്റെ ലച്ചു മാത്രമായിരുന്നു. ഇന്ന് പെട്ടെന്ന് വിവരം കിട്ടിയായിരുന്നു അവന്മാരെ പിടിക്കാൻ പോയത്. ജംഗ്ഷനിൽ വെച്ച് തനിക്ക് അവൾ എവിടെയോ ഉള്ള പോലെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അവന്മാരെ പോലീസ് ജീപ്പിൽ കയറ്റി റോഡിലുണ്ടായിരുന്ന വാഹനങ്ങൾക്ക് വെറുതെ ചെക്കിംഗ് എന്ന് പറഞ്ഞ് താൻ തിരിഞ്ഞത്. എന്തെങ്കിലും വിവരം കിട്ടിയാലോ എന്നൊരു നിമിഷം കൊണ്ട് പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ അവളെ മാത്രം കണ്ടെത്താനായില്ല. വയ്യ ലച്ചു, ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് എൻ്റെ അടുത്തേക്കൊന്ന് വന്നൂടെ? നിന്റെ ദേവക്ക് നീയില്ലാതെ പറ്റില്ലടി. കണ്ണീരാൽ അവൻ മൊഴിഞ്ഞു. എന്നാൽ അവൻ അറിഞ്ഞില്ല, അവൻ തിരച്ചിൽ തുടങ്ങുന്നതിന് അല്പം മുമ്പാണ് മുമ്പിലുണ്ടായ വാഹനങ്ങളോടുകൂടെ ഒരു ബസ് പുറപ്പെട്ടതെന്ന്. എനിക്കെന്തായാലും ഒരാൾ കല്യാണം കഴിച്ചേ പറ്റൂ, എൻ്റെ അമ്മക്ക് വേണ്ടി. താൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ ഉടമ്പടിയോടെ ഈ കല്യാണത്തിന് സമ്മതിക്കാം. ദേവ് അതും പറഞ്ഞുകൊണ്ട് ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായ ജ്യൂസ് കുടിച്ചു. ലച്ചുവിന് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. കാരണം അവളുടെ അവസ്ഥ അതായതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ ഉടമ്പടിയോടുകൂടി കല്യാണത്തിന് സമ്മതിച്ചു. ദേവിന്റെ ആലോചന വന്ന അന്നു മുതൽ അവന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടായ അവസാനത്തെ രാത്രി പോലും ലച്ചുവിന്റെ ഓർമ്മകളിൽ മിന്നിമാഞ്ഞു. നീയാണ് കാരണം ലച്ചു, നീ ഇല്ലെങ്കിൽ ഞാനും ഹേമയും ചിലപ്പോൾ ഒന്നിക്കുമായിരുന്നു. നീയും കൂടി ചതിച്ചാണല്ലോ എന്നെ. നീ ഒറ്റരാൾ കൊണ്ടാ ഇതൊക്കെ ഉണ്ടായത്.
അന്നേ ദിവസം ദേവ പറഞ്ഞ കാര്യങ്ങൾ ലച്ചുവിൻ്റെ ഉള്ളിൽ വിസ്ഫോടനം സൃഷ്ടിച്ചു. കണ്ണുമടച്ച് രണ്ട് കൈയും സാരിൽ മുറുകെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ് ലച്ചു. മിസ്സേ മിസ്സേ ബെല്ലടിച്ചിട്ടും ക്ലാസ്സിൽ പോവാതിരുന്ന അവളെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചർ വിളിച്ചപ്പോഴാണ് ലച്ചു ബോധത്തിലേക്ക് വന്നത്. എന്തു പറ്റി മിസ്സേ? വയ്യ തനിക്ക്? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഞാൻ പ്രിൻസിപ്പാളിനോട് തിരിച്ചു പോവുകയാണ്. ഇനി അവിടെ ഇരുന്നാൽ ആകെ മനസ്സ് കൈവിട്ടു പോകുമെന്ന് വിചാരിച്ച് ലച്ചു വേഗം ബാഗ് കൊടുത്ത് പ്രിൻസിപ്പാളിനെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു. എന്തോ ബസ്സിനൊന്നും കാത്തിരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ട് ഓട്ടോയിൽ കയറിപ്പോയി. സാറേ ഒരു മിനിറ്റ്, ഞാൻ ഈ ബേക്കറി കയറിപ്പോ വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് അരുൺ അടുത്ത് കണ്ട ബേക്കറിയിലേക്ക് പോയി. കോർട്ട് വരെ പോയി തിരിച്ചു വരികയായിരുന്നു അരുണും ദേവും. അരുണിന്റെ കൂടെ കൂടി ദേവ് അല്പമെങ്കിലും ലച്ചുവിന്റെ ഓർമ്മയിൽ നീറിക്കഴിയുന്നു നിർത്തിയിട്ടുണ്ട്. അപ്പോഴേക്കൊരു കവർ കൊണ്ട് അരുൺ തിരിച്ചു കയറി. സാറിന് തിരക്കുണ്ടോ? ഇല്ലെങ്കിൽ കേക്കൊന്ന് മോന്റെ സ്കൂൾ കൊടുത്തിട്ട് പോവായിരുന്നു. അവന്റെ പിറന്നാളായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ് ഏൽപ്പിച്ചതാ മോൻ. അതിനെന്താടോ, മോനെ കണ്ടൊന്ന് വിഷ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം താനും വിളിക്കും, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവ നേരെ അവൻ ചെന്ന് അതേ ബേക്കറിൽ പോയി 3 സിൽക്കി വാങ്ങിച്ചു. കാരണം പിറന്നാളുകാരന് വെറും കൈയോടെ വിഷ് ചെയ്യേണ്ടെന്ന് അവൻ കരുതി. ബാക്കി രണ്ടും അല്ലുവിനും അധികമായി അവൻ കരുതി. എന്തോ അവൻ അവർക്ക് വാങ്ങിക്കാതിരിക്കാനായില്ല. വൈകിട്ടോ ഇല്ലെങ്കിൽ നാളെയോ മറ്റോ കൊടുത്തേക്കാന്ന് കരുതി. എന്നോ ശരി വിട്ടോ. അതും പറഞ്ഞുകൊണ്ട് ദേവ് വന്ന് ജീപ്പിന്റെ മുന്നിൽ കയറി. വാ സാറേ, മോന്റെ ക്ലാസ് ആ ബ്ലോക്കിലാ, അരുൺ ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ദേവ് ഫോണിലൂടെ മിനിസ്റ്ററോട് സംസാരിച്ച് യാത്ര ചെയ്തുകൊണ്ട് അവൻ സ്കൂളിന്റെ ബോർഡിനെയും ശ്രദ്ധിച്ചില്ല. അരുണിനൊപ്പം ദേവ് KG ബ്ലോക്കിലേക്ക് നടന്നു. അച്ഛാ എന്ന് പറഞ്ഞൊരു കുറുമ്പൻ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നതിനിടയിൽ അരുണിനെ കണ്ട് ഓടി വന്നു. ദേവ് ഇത് നോക്കി കാണുകയായിരുന്നു. ആ അച്ഛന്റെയും മകന്റെയും സന്തോഷവും സ്നേഹവും. അച്ഛ എന്ന് വിളിക്കുമ്പോൾ തന്നെ കേൾക്കുന്നവൻ എത്ര സന്തോഷമുണ്ടെന്ന് അരുണിന്റെ മുഖത്തുണ്ട്. എന്തോ ഇത് കണ്ടപ്പോൾ ദേവിന് സങ്കടം തോന്നി. അത് അരുൺ ശ്രദ്ധിച്ചായിരുന്നു. ഇതിനിടയിൽ അലങ്കൃത് എന്ന കൃതു അവന്റെ ഫ്രണ്ട്സിനെ കാണിച്ച് അച്ഛനെ പരിചയപ്പെടുത്തുകയാണ്. അതിനിടയിൽ ദേവ് പോയി വിഷ് ചെയ്ത് കയ്യിൽ കരുതിയ ചോക്ലേറ്റ് കൊടുത്തു. എന്തോ ഇത് കണ്ടപ്പോൾ അരുണിന് സന്തോഷമായി. കാരണം ദേവ് തന്നെക്കാൾ എത്രയോ സീനിയർ പോസ്റ്റിലുള്ളവനാണ്. പക്ഷേ അതൊന്നും കാര്യമാക്കാത്ത താൻ വിളിച്ചപ്പോൾ തന്നെ വരികയും ചെയ്തു. അതുപോലെ തന്നെ അവൻ മോന് ചോക്ലേറ്റ് കൂടി നൽകി. അപ്പോഴേക്ക് അരുൺ ക്ലാസ് റൂമിലേക്ക് കേക്ക് വെക്കാനായി പോയി. ഇതിനിടയിൽ കൃതു എല്ലാവർക്കും ദേവിനെ പരിചയപ്പെടുത്തുകയാണ്. അച്ഛന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ദേവ് മിണ്ടാതെ അവൻ പറയുന്നതിന് ഓരോന്നിനും തലയാട്ടി കൊടുക്കുന്നുണ്ട്. അവന്റെ അച്ഛന്റെ സാഹസിക കഥകളാണ് പറയുന്നത്. അതിന് അല്ലിയാങ്കിളെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇടും. ഗൂഫി. ഇതിന്റെ ഇടയിലാണ് ദേവ് ഗൂഫി എന്ന് വിളിക്കുന്ന കേൾക്കുന്നത്. നോക്കുമ്പോൾ അല്ലു അധിയും അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവരിവിടെയാണ് പഠിക്കുന്നതെന്ന് അവൻ അപ്പോഴാണ് ഓർമ്മ വന്നത്. മുമ്പേ പറഞ്ഞതാണ് ഗ്രീൻലാൻഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പഠിക്കുന്നതെന്ന്. അവർ രണ്ടുപേരെയും ഒന്നിച്ച് അടുത്തിരുത്താൻ വേണ്ടി അവൻ അവർക്കായി ഒരു കാലുകൊണ്ട് മുട്ടുകുത്തി നിന്നു. അപ്പോഴേക്ക് രണ്ടാളും ഓടി അടുത്തു വന്ന് അവന്റെ മേലേക്ക് ചാഞ്ഞിരുന്നു. ഗൂഫി എന്താ ഇവിടെ? ഞങ്ങളെ കാണാൻ വന്നാണോ? അത് ഈ കണ്ണിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. ആ സാറിനറിയാമോ ഇവരെ? ദേവ് കുട്ടികളുടെ ചോദ്യത്തിന് മറുപടി എടുക്കാൻ പോയപ്പോൾ ഈ കാഴ്ച കൊണ്ടുവന്ന അരുൺ ചോദിച്ചു. കൃതുവിന്റെ പപ്പയുടെ ഫ്രണ്ടാണോ ഗൂഫി എന്നല്ലും എല്ലാവന്റെ ചെവിക്കരികിലായി ചോദിച്ചു. അതിന് ദേവ് ചിരിച്ചുകൊണ്ട് കണ്ണി ചിമ്മി കാണിച്ചു. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ മോന്റെ കൊള്ളരുതായ്മക്ക് മൂക്ക് പൊട്ടിച്ച മിടുക്കികളെ കുറിച്ച്? അവരാണ് ഇവരെന്ന് അവൻ ഓർത്ത്. ഇവരായതുകൊണ്ട് മൂക്ക് പൊട്ടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളെന്ന് ഓർത്ത് അവന് ചിരി വന്നുപോയി. സാറിനറിയാമോ ഇവരെ? അരുൺ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ആടോ, എനിക്ക് വേണ്ടപ്പെട്ട കുട്ടികളാ, മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺസ് ഇൻ മൈ ലൈഫ്. അവൻ അവർ രണ്ടുപേരെയും ചേർത്തെത്തിക്കൊണ്ട് അവനോടായി പറഞ്ഞു. ഇനി അവനോട് അടികൂടല്ലേ കേട്ടോ, പാവല്ലേ ഇരുതു. അവനോടൊന്നല്ല ആരോടും വഴക്കിനൊന്നും പോകരുത്, ദേവ് രണ്ടുപേരോടായി പറഞ്ഞു. അതിന് രണ്ടും കൂടി തലയാട്ടി. അവനെന്തോ വല്ലാതെ ഭംഗി തോന്നിപ്പോയി അവരെ കാണുമ്പോൾ. കുട്ടി സ്കൂൾ യൂണിഫോം, 2 സൈഡ് മടഞ്ഞിട്ട ഷോൾഡർ വരെയുള്ള മുടി, കുഞ്ഞു പൊട്ടും. അരുണെ, എൻ്റെ മക്കളുടെ ഒന്നിച്ചുള്ള ഫോട്ടോ ഒന്ന് എടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അല്ലുവിൻ്റെയും അതിയുടെയും കൂടെ നിന്ന് ഒരുപാട് പിക്ക് എടുത്തു. അല്ല അമ്മയുടെ? അമ്മയിന്ന് വയ്യാത്തോണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോയിന്നാ 2 ചേച്ചിമാര് പറഞ്ഞ്, അല്ലു പറഞ്ഞു. അവർ രണ്ടുപേരെയും ഒരുമിച്ച് എടുത്തിരിക്കുകയായിരുന്നു അന്നേരമാണ് അവരുടെ മാത്സ് മിസ് അവരുടെ അടുത്തേക്ക് വന്ന്. ആഹാ, അതിയുടെ അല്ലുവിൻ്റെയും പപ്പയെ കാണാൻ ഇരിക്കായിരുന്നു ഞാൻ. മെഡിക്കുകളാണ് ഇവര് കേട്ടോ. സാറിന് മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ഇവരുടെ റെക്കോർഡ്സിൽ കണ്ടായിരുന്നു ജോലി പോലീസിലാണെന്ന്. അപ്പോഴാണ് അല്ലുവിനും അധികം അച്ഛൻ പോലീസിലാണെന്ന് അറിയുന്നത്. ദേവിന് ഇത് പുതിയ വിവരമായിരുന്നു. പക്ഷേ അവരുടെ പപ്പയിൽ നിന്ന് മാറ്റി പറയാൻ എന്തോ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ മാഡം, ഇതിവരുടെ പപ്പയല്ല, എൻ്റെ സീനിയർ ഓഫീസറാണ്. അരുൺ അത് പറഞ്ഞു. മിസ് സോറി പറഞ്ഞു ദേവിനോട്. കുഴപ്പമില്ലെന്ന് പറഞ്ഞു ദേവ്. എന്തോ അർജന്റ് ഫോൺ കോൾ വന്നുകൊണ്ട് അവരവിടുന്ന് ഉടനെ മടങ്ങി. അല്ലു അധികം കൃതു അവർക്ക് കൈവീശി കാണിച്ചുകൊണ്ടേയിരുന്നു ജീപ്പ് ഗേറ്റിൽ നിന്ന് പുറത്തു പോകുന്നവരെ. ഹലോ കുഞ്ഞാ. അമ്മ, നീ വീട്ടിലെത്തിയോടാ മോനെ? അതേ മത്തി, കുളിച്ചതാ ഭക്ഷണം കഴിക്കായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് അവൻ്റെ അമ്മയോട് ഫോണിൽ സംസാരിച്ച് കസേര വലിച്ചിരുന്നു. ഭക്ഷണമൊക്കെ ചിന്നമ്മ ടേബിളിൽ മൂടി വെച്ചുകൊണ്ട് അവൻ പ്ലേറ്റ് എടുത്ത് ഓരോന്ന് വിളമ്പാൻ ആരംഭിച്ചു. കുഞ്ഞാ, നാളെ ഒന്ന് അമ്പലത്തിൽ പോണേ.
അമ്മക്കറിയാലോ ഞാൻ അങ്ങോട്ടേക്ക് പോവാറില്ലെന്ന്. അല്ല അതുകൊണ്ട് നാളെന്താ വിശേഷം അതിന്? ദേവി ചപ്പാത്തി കഴിച്ചുകൊണ്ട് ചോദിച്ചു. അതും പറഞ്ഞ കുഞ്ഞാ നീ, നാളെ നിന്റെ പിറന്നാളാ. ഓ അതായിരുന്നു. ആർക്കും വേണ്ടാതെ ജന്മം എൻ്റെത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുമാത്രമല്ല, ദൈവം എന്ന് പറയുന്ന ആളുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലച്ചുവിനെ എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവരികയായിരുന്നു. അവൻ അതും പറഞ്ഞുകൊണ്ട് കൈ കഴുകി എണീറ്റു. ദൈവദോഷം പറയില്ലേ മോനെ, അമ്മക്ക് ഉറപ്പുണ്ട് എൻ്റെ മോൾക്ക് നിന്നെ കാണാതെ കുറേ കാലമൊന്നും പിടിച്ചു നിൽക്കാനാവില്ലെന്ന്. പാവം എൻ്റെ കുട്ടി എവിടെയായിരിക്കും? സുഭദ്ര അതും പറഞ്ഞ് കണ്ണിറച്ചു. ഇനി അവളെ കുറിച്ച് പറഞ്ഞാൽ അമ്മ കരയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ സംസാരം മാറ്റി. അമ്മ ഭക്ഷണം കഴിച്ചോ? അച്ഛനെന്തേ? ദേവ് ഓരോന്ന് ചോദിക്കുന്നിടയിൽ കഴിച്ച പ്ലേറ്റ് കഴുകി വെച്ച് നേരെ ബാൽക്കണിയിൽ പോയിരുന്നു. ആ കഴിച്ചു. അച്ഛൻ ന്യൂസ് കാണുക, കൊടുക്കണോ? വേണ്ട, അച്ഛൻ ഞാൻ പിന്നീട് വിളിച്ചോളാം. അമ്മ എന്നാ മരുന്ന് കുടിച്ച് കിടക്കാൻ നോക്ക്. മരുന്ന് മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് വേണ്ടി അമ്മ തന്നെ പോയാൽ മതി അമ്പലത്തിലേക്ക്. അതാണല്ലോ കഴിഞ്ഞ കൊല്ലങ്ങളായി ചെയ്തു വരുന്നത്. അതിന് സുഭദ്ര ഒന്ന് മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ലച്ചു പോയത് മുതൽ അമ്മ രോഗിയായി. ഒരുപക്ഷെ അമ്മ എല്ലാവരോടും മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ഈ ലച്ചുവിൻ്റെയും ജീവിതം ഇങ്ങനെ ആവില്ലെന്നുള്ള കുറ്റബോധം അമ്മയെ എത്തിച്ച ഹാർട്ട് അറ്റാക്കിലേക്കായിരുന്നു. മുടങ്ങാതെ മരുന്ന് കുടിക്കണം. അമ്മയുടെ കണ്ണീര് കണ്ടാണ് താൻ മദ്യപാനം ഒരല്പമെങ്കിലും മതിയാക്കിയത്. ലച്ചു പോയത് മുതൽ ഒരു ഭ്രാന്തനെ പോലെ അവൾ അന്വേഷിച്ചലഞ്ഞു. ജോലിക്ക് പോലും പോവാതെ തൻ്റെ സോഴ്സ് വെച്ച് ഒരുപാട് അന്വേഷിച്ചു. ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. അമ്മയും അച്ഛനൊക്കെ ഒരുപാട് സങ്കടത്തിലായിരുന്നു. കാരണം അവർക്ക് ലച്ചുവിന് ഒരുപാട് ഇഷ്ടമാണ്, തിരിച്ച് അവൾക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ അമ്മ തൻ്റെ സ്വന്തം നാടായ കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ എന്തോ ലച്ചുവിൻ്റെ ഓർമ്മ നിറഞ്ഞ ഞങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാം തന്ന ആ വീട് വിട്ടു വരാൻ തന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് തീർത്തു പറഞ്ഞു. എന്തോ ഒരു പറിച്ചുമാറ്റം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ 4 വർഷം ലച്ചുവിൻ്റെ കളിച്ചിരികൾ നിറഞ്ഞ ആ മതിലുകളുടെ ഇടയിൽ തന്നെ ഞാൻ ജീവിച്ചു. ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഒരു സ്പെഷ്യൽ കേസുമായി ബന്ധപ്പെട്ടാണ്. വെരി സീക്രട്ട് മിഷൻ ടു ക്യാച്ച് എ ഹ്യൂജ് ഡ്രഗ് സപ്ലയർ അമർനാഥ്. കൊച്ചിയിലുണ്ടെന്ന് മാത്രമാണ് വിവരം. അല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലില്ല. അത്രയ്ക്കും വലിയ പുള്ളിയാണ്. താനിവിടെ വന്നതിന്റെ കാരണം അരുണിൽ നിന്ന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അവൻ ഈ മിഷന്റെ ഭാഗമാണ്. എന്ത് വില കൊടുത്ത അയാളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. ദേവൊരു ദൃഢനിശ്ചയത്തോടെ മനസ്സിൽ ഉറപ്പിച്ചു. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് ലച്ചു രശ്മി വാതിൽ തുറക്കുന്നതിനെ കാത്തിരിക്കുകയാണ്. ആ ഇതാണ് ലച്ചുവോ? നീ എങ്ങോട്ടേക്കടി രാവിലെ തന്നെ? അമ്പലത്തിലേക്കാണോ? സെറ്റ് സാരി മുടിക്കുളിപ്പിന്നലും ഇട്ട് നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് രശ്മി ചോദിച്ചു. ആ അതെ ചേച്ചി, മക്കൾ എണീറ്റിട്ടില്ല, ഒന്ന് നോക്കിയേക്കണേ, ഞാൻ വേഗം വരാം. അതും പറഞ്ഞുകൊണ്ട് ലച്ചു വേഗം ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്നു. ഇന്നെന്താ പ്രത്യേകിച്ച് അമ്പലത്തിലേക്ക് പോക്കെന്ന് ചേച്ചി ചോദിച്ചാൽ കുടുങ്ങിപ്പോവും. അവൾ ഓർത്തു. ദേവിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനു വേണ്ടി അവൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാ വർഷവും ഇതേ ദിവസം അവൾ വരാറുണ്ട്. അഭിനവ് ദേവ് പൂരനക്ഷത്രം പൂജാരി വിളിച്ചുകൊണ്ട് പ്രസാദം ലച്ചുവിന്റെ കയ്യിൽ കൊടുത്തു. അയാളുടെ പിറന്നാളല്ലേ, ദീർഘ സുമംഗലി ഭവ. കടമ്പകളൊക്കെ അവസാനിക്കാൻ പോവുകയാ കുട്ടി. അതും പറഞ്ഞുകൊണ്ട് പൂജാരി അകത്ത് പോയി. പക്ഷെ ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം മാത്രം അവൾക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. അവൾ കുറച്ച് സിന്ദൂരം എടുത്ത് മുടിയുടെ ഉള്ളിലായി ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ ചാർത്തു. എന്നും ചാർത്തുമെങ്കിലും ഇന്നേവരെ ആർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ചന്ദനം എടുത്ത് നെഞ്ചിലായി പറ്റിച്ചേർന്ന് കിടക്കുന്ന ആരിലത്താഴിൽ ചാർത്തു. എന്നാൽ ഇതൊക്കെ കണ്ട് ഒരാൾ മറഞ്ഞു നിൽക്കുന്ന അവൾ കണ്ടില്ല. അവളെയും അവളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ. അവൾ തൊഴുതിറങ്ങുമ്പോഴാണ് തന്റെ കൂടെ പഠിപ്പിക്കുന്ന ആകാശ് മാഷിനെ കാണുന്നത്. കുറച്ചു ദിവസമായിട്ട് അയാൾ ലീവിലായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മക്ക് സുഖമില്ലാത്ത കാരണം. ആഹാ, ഇതാറ് ലക്ഷ്മിയോ? ആകാശ് പുഞ്ചിരിയോടെ ചോദിച്ചു. അവൾ അതിനൊന്ന് ചിരിച്ചു കൊടുത്തു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാഷേ, സുഖമാണോ ഇപ്പോ? അതെ ലക്ഷ്മി, ഇപ്പൊ എല്ലാം ഓക്കെയാണ്. ഞാൻ മറ്റന്നാൾ ജോലിയിൽ ജോയിൻ ചെയ്യും. ആണോ? നന്നായി. എന്നാ ഇറങ്ങട്ടെ, മക്കൾ ഒറ്റയ്ക്ക പോയിട്ട് വേണം സ്കൂളിലേക്ക് വേണ്ട തയ്യാറെടുപ്പിന്. ശരിയടോ. ലച്ച ആരോടും കൂടുതൽ സംസാരിക്കാറില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് അവൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മാഷ് പാവാണ്, നല്ലൊരു മനുഷ്യനാണ്. അവിവാഹിതനായതുകൊണ്ട് താൻ കാരണം ഒരു ചീത്തപ്പേര് അദ്ദേഹത്തിനും തനിക്ക് ആവണ്ടേന്ന് കരുതി അവൾ അയാളോട് അങ്ങനെ അടുക്കാറില്ല. അമ്പലത്തിൽ പോയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിരുന്നു ലച്ചുവും പിള്ളേരും. പായസമൊക്കെ ഉണ്ടാക്കുന്ന വിചാരിച്ചാണ് ലച്ച്. സമയമില്ലാത്തതുകൊണ്ട് വൈകിട്ടാവാമെന്ന് വെച്ച്. എന്റെ പൊന്നല്ലു, മതിയാ കണ്ണാടി നോക്കിയത്. മുട്ടയിന്ന് വിരിഞ്ഞിട്ടില്ല, എന്നിട്ട് കണ്ണാടി മുമ്പിൽ നിന്ന് മാറാനായിട്ടില്ല. ചേട്ടാ, ഈ അമ്മയല്ലേ ലേറ്റ് ആക്കിയത്? അതിന് ഞങ്ങളുടെ കണ്ണാടിന്റെ പേച്ചു. അല്ലു അധികം കൈകെട്ടി പിണങ്ങിക്കൊണ്ട് ചോദിച്ചു. എന്റെ പൊന്നു, ഒന്നുമില്ല. മാഡംസ് ഒന്ന് ഇറങ്ങോ, എന്നാ അടിയന് ഈ വാതിലൊന്ന് പൂട്ടായിരുന്നു. ലച്ചു രണ്ടാണെയും പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. തിരിച്ചൊരു ലോഡ് പുച്ഛം വിതറിക്കൊണ്ട് അല്ലു അധികം പുറത്തിറങ്ങി. അച്ഛന് തന്നെ മക്കൾ മനുഷ്യന് സമയമില്ലാത്ത സമയത്ത് തന്നെ മുഖം വീർപ്പിച്ചിരുന്നോളൂ. ലച്ചു വാതിൽ പൂട്ടുന്നതിൽ പിറുവിറുത്തു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതിൽ ലച്ചുവിനോട് ചോദിച്ചു. ഒന്നുമില്ല, ആ ലിഫ്റ്റിലേക്ക് ഒന്ന് കയറാൻ പറ്റും രണ്ടുപേർക്കും. അവൾ അത് പറഞ്ഞു.